ഹായ് എവരിവൺ, ലൂസീസ് ഹോം ഫോർ സൊല്യൂഷൻസിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മുടെ 4ാമത്തെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ആണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചതൊക്കെ വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ എനിക്ക് നിങ്ങൾ നൽകുന്ന സ്നേഹത്തിനും എല്ലാ സപ്പോർട്ടിനും ഒത്തിരിയേറെ നന്ദി ഞാൻ പറയുകയാണ്. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ നൽകുന്നതിനും അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ കൂടെ ആയിരിക്കുന്നതിനും ഒത്തിരി ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുകയാണ്. ഇന്ന ക്ലാസ്സുകളിൽ ഞാൻ കൂടുതലും നിങ്ങളുടെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് തന്നെ എൻ്റെ ക്ലാസ്സുകൾ ഞാൻ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്പോക്കൺ ഇംഗ്ലീഷിൽ നമ്മൾ സാധാരണ എടുത്തു പറയാറുള്ള ഒരു കാര്യമാണ് റിക്വസ്റ്റുകളും എൻട്രീറ്റീസും, അതായത് നമ്മുടെ അപേക്ഷകളും അഭ്യർത്ഥനകളും. എങ്ങനെ നമ്മൾ ഒരു സെന്റൻസ് അഭ്യർത്ഥന രൂപത്തില് അല്ലെങ്കിൽ അപേക്ഷാ രൂപത്തില് പറയാം. നമ്മുടെ സംഭാഷണങ്ങളിൽ അഭ്യർത്ഥനകൾ ധാരാളമായിട്ട് അല്ലെങ്കിൽ അപേക്ഷകൾ ധാരാളമായിട്ട് നമ്മൾ നടത്താറുണ്ട്. അപ്പൊ അതിന് സഹായിക്കുന്ന രീതിയിലുള്ള കുറെ കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് പഠിക്കാം. അപ്പൊ ഏറ്റവും ആദ്യമായിട്ട് പറയാനുള്ളത്, നമ്മൾ അപേക്ഷകൾ നടത്തുമ്പോഴേക്കും റിക്വസ്റ്റുകൾ നടത്തുമ്പോഴേക്കും ചില പദപ്രയോഗങ്ങൾ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ പൊളൈറ്റ്നെസിന്റെ വേർഡ്സ് പ്ലീസ് എന്ന് പറയുന്നത് അതും ചേർക്കുന്നു. അതില്ലാതെയും നമ്മൾ റിക്വസ്റ്റുകൾ നടത്താറുണ്ട്. പിന്നെ നമ്മുടെ ഏജ് അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഡിഗ്നിഫൈഡ് ബഹുമാനിക്കേണ്ട ആളുകളോട് ഏത് രീതിയിൽ സംസാരിക്കണം, അതുപോലെ നമ്മുടെ തുല്യ പ്രായക്കാരോട് ഏത് രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ സമപ്രായക്കാരോട് എങ്ങനെ സംസാരിക്കണം, നമ്മളെക്കാളും പ്രായം കുറഞ്ഞവരോട് ഏത് രീതിയിൽ സംസാരിക്കണം. അപ്പൊ റിക്വസ്റ്റ് നടത്തുമ്പോഴേക്കും നമുക്ക് ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് വേണം നമ്മൾ റിക്വസ്റ്റ് നടത്താനായിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഏറ്റവും ആദ്യമായിട്ട് കുറച്ച് പൊളൈറ്റ്നെസ് കൂടി, അതായത് കുറച്ച് മര്യാദയോടുകൂടി സംസാരിക്കുന്ന രീതിയാണ് വുഡ് യു പ്ലീസ്, കുഡ് യു പ്ലീസ്. സാധാരണ പ്ലീസ് ചേർക്കുന്ന എല്ലാത്തിനും നമുക്ക് ആ ഒരു മര്യാദ അല്ലെങ്കിൽ ബഹുമാനം കൊണ്ടുവരുന്ന രീതിയിലുള്ള സംസാരമാണ് എങ്കിൽ പോലും അതിലും കുറച്ച് ഡിഗ്നിഫൈഡ് ആയിട്ട് നിൽക്കുന്നതാണ് വുഡ് യു പ്ലീസ്, കുഡ് യു പ്ലീസ്. ഓക്കെ, അപ്പൊ താങ്കൾ ആ ലൈറ്റ് ഒന്ന് അണച്ചാലും എന്ന് പറയുമ്പോഴേക്കും നമുക്കറിയാം താങ്കൾ എന്നുള്ള പ്രയോഗമൊക്കെ നമ്മൾ കുറച്ച് ബഹുമാനിക്കുന്നവരോടല്ലേ നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളത്. അപ്പൊ താങ്കൾ ആ ലൈറ്റ് ഒന്ന് അണച്ചാലും എന്ന് പറയുമ്പോഴേക്കും നമുക്ക് പറയാം വുഡ് യു പ്ലീസ് switch off the light, would you please switch off the light. അതിനുശേഷം നമുക്ക് കുഡ് എന്നുള്ള പദവും ഇതുപോലെ തന്നെ നമുക്ക് ബഹുമാനത്തോടു കൂടി ഉപയോഗിക്കുന്നതാണ്. പക്ഷെ കുറച്ചും കൂടി ഇപ്പൊ നമുക്ക് കഴിയുമോ, താങ്കൾക്ക് ആ ലൈറ്റ് ഒന്ന് ഓഫാക്കാൻ കഴിയുമോ എന്ന് പറയുമ്പോഴാണ് നമ്മൾ could you please switch off the light. ഓക്കെ, താങ്കൾക്ക് ആ ലൈറ്റ് ഒന്ന് ഓഫാക്കാൻ കഴിയുമെങ്കിൽ ഓഫാക്കിയാൽ മതി. ഓക്കെ, could you please switch off the light. അപ്പൊ ഈ സ്വിച്ച് ഓഫ് എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. സ്വിച്ച് ഓഫ് നമ്മൾ വെറുതെ ഓഫ് ചെയ്യുക എന്നുള്ളത് നമ്മൾ മലയാളത്തിൽ നമ്മൾ ഓഫ് ചെയ്യുക എന്ന് പറയും അല്ലെ. ഓഫ് എന്നുള്ള പദം ഇംഗ്ലീഷ് ആണെങ്കിലും നമ്മൾ മലയാളീകരിച്ച് അതിനെ ഓഫ് ചെയ്യുക എന്ന് തന്നെ പറയണം. അപ്പൊ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യുക എന്ന് സാധാരണ ഉപയോഗിക്കാറില്ല. പക്ഷെ ഇംഗ്ലീഷിൽ വരുമ്പോഴേക്കും നമ്മൾ കുഡ് യു പ്ലീസ് ഓഫ് ദ ലൈറ്റ് എന്ന് പറയൂല, കുഡ് യു പ്ലീസ് സ്വിച്ച് ഓഫ് എന്ന് തന്നെ പറയണം കേട്ടാ. സ്വിച്ച് ഓഫ് എന്ന് തന്നെ പറയണം. ഓക്കെ, അപ്പൊ കുഡ് യു പ്ലീസ് സ്വിച്ച് ഓഫ് ദ ലൈറ്റ്, വുഡ് യു പ്ലീസ് സ്വിച്ച് ഓഫ് ദ ലൈറ്റ് എന്ന് പറയണം. ഓക്കെ, ഇനി അതിനുശേഷം നമ്മുടെ തുല്യപ്രായക്കാരോട് സംസാരിക്കുന്ന ഒരു രീതിയാണ് ക്യാൻ യു പ്ലീസ് സ്വിച്ച് ഓഫ് ദ ലൈറ്റ്, ക്യാൻ യു പ്ലീസ് അല്ലെങ്കിൽ വിൽ യു പ്ലീസ് സ്വിച്ച് ഓഫ് ദ ലൈറ്റ്. ഇനി നിങ്ങൾക്ക് ആ ലൈറ്റ് ഒന്ന് ഓഫ് ആക്കാൻ പറ്റൂ, ആ ലൈറ്റ് ഓഫ് ആക്കാൻ പറ്റൂ എന്ന് ചോദിക്കുമ്പോഴാണ് നമ്മൾ ക്യാൻ യു പ്ലീസ് സ്വിച്ച് ഓഫ് ദ ലൈറ്റ് എന്ന് പറയും. ഇനി ആ ലൈറ്റ് ഒന്ന് ഓഫ് ആക്കാമോ എന്ന് ചോദിക്കുമ്പോഴാണ് വിൽ യു പ്ലീസ് സ്വിച്ച് ഓഫ് ദ ലൈറ്റ്. ഓക്കെ, അതിൽ ദയവായി എന്ന് പറയുന്നത് ഇൻക്ലൂഡഡ് ആണ്. ഞാൻ സെന്റൻസിൽ അത് പറഞ്ഞില്ലെന്നുള്ളൂ. താങ്കൾക്ക് ദയവായി ആ ലൈറ്റ് ഓഫ് ആക്കാമോ, താങ്കൾക്ക് ദയവായി ആ ലൈറ്റ് ഓഫ് ആക്കാൻ കഴിയുമോ എന്നൊക്കെ ആ പറയുന്ന രീതിയിൽ ദയവായി എന്നുള്ളത് കൂടി ചേർക്കണം. ഓക്കെ, അപ്പൊ ഒന്നും കൂടി ഞാൻ പറയാം. വുഡ് യു പ്ലീസ് സ്വിച്ച് ഓഫ് ദ ലൈറ്റ്, could you please switch off the light, can you please switch off the light, will you please switch off the light. ഓക്കെ, അതിന് സ്വിച്ച് ഓഫിന്റെ കാര്യം മറന്നുപോയത്. ഇനി നമ്മൾ TV ഒക്കെ ഓഫ് ആക്കുകയാണെങ്കിൽ നമുക്കത് സ്വിച്ച് ഓഫ് എന്നുള്ളത് മാറിയിട്ട് ടേൺ ഓഫ് എന്നാകും കേട്ടാ. TV ഓഫ് ആക്കണേ നമ്മൾ പറയും വുഡ് യു പ്ലീസ്
turn off the television? Would you please turn off the television? Could you please turn off the television? Can you please turn off the television? Will you please turn off the television? അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ മറന്നു പോകരുത് ഈ പദപ്രയോഗങ്ങൾ എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്. അത് പല പല ആസ്പെക്ട്സിൽ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പൊ അവിടേക്ക് പോകുമോ എന്ന് ചോദിക്കും. താങ്കൾ ദയവായി അവിടേക്ക് പോകുമോ എങ്ങനെ ചോദിക്കും? ഒന്ന് പറയാമോ? പറയും. Would you please go there? ഓക്കെ, താങ്കൾക്ക് അവിടേക്ക് പോകാൻ കഴിയുമോ എങ്ങനെ ചോദിക്കും? ഓക്കെ, could you please go there? ഇനി അതിന് പകരം നമ്മൾ താങ്കൾക്ക് ഇവിടേക്ക് വരാൻ കഴിയുമോ എന്നാകുമ്പോഴാ ഓക്കെ, could you please come here? ഇവിടേക്ക്. ഓക്കെ, താങ്കൾക്ക് ഇവിടേക്ക് വരാൻ കഴിയുമോ? could you please come here? ഓക്കെ, ഇനി എനിക്ക് വേണ്ടി താങ്കൾ കുറച്ചു നേരം കാത്തിരിക്കുമോ എന്ന് ചോദിക്കുമ്പോ എങ്ങനെ വായിക്കും? ഓക്കെ, പറയണം. would you please wait for me? Would you please wait for me? എനിക്ക് വേണ്ടി for me. wait for me, എനിക്ക് വേണ്ടി കാത്തിരിക്കുവോ? ഇരിക്കില്ലേ? ഓക്കെ, ഇനി അതുപോലെ അവൾക്ക് വേണ്ടി കാത്തിരിക്കുമോ? താങ്കൾ അവൾക്ക് വേണ്ടി കാത്തിരിക്കുമോ എന്നെങ്ങനെ വരും? ഓക്കെ, would you please wait for her? Would you please wait for her? ഇനി അവന് വേണ്ടിയാണെങ്കിലോ, അവന് വേണ്ടി കാത്തിരിക്കുമോ? താങ്കൾ അവന് വേണ്ടി കാത്തിരിക്കുമോ എങ്ങനെയാവും? Would you please wait for him? Okay, would you please wait for him? Would you please wait for him? അതുപോലെ could you എടുത്ത് പറയുമ്പോഴേക്കും could you please wait for him? could you please wait for her? could you please wait for me? കണ്ടാ വ്യത്യാസങ്ങള്? ഇത്രേ ഉള്ളൂ. him, her, me, എനിക്ക്. him എന്ന് വെച്ചാ അവന്, her എന്ന് വെച്ചാ അവൾക്ക്. ഓക്കെ, അങ്ങനെ ഓരോ കാര്യങ്ങളും. ഇനിയിപ്പോ പേരാണെങ്കിൽ നമുക്ക് അവിടെ പേര് ചേർക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് നമുക്ക് മാറ്റി മറിച്ചൊക്കെ ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. റിക്വസ്റ്റിന് ഉപയോഗിക്കുന്ന മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇനി അത് കൂടാതെ ഉണ്ട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുമ്പോഴേക്ക് ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങൾ നമുക്ക് നോക്കാം. Would you mind if I close the window? Would you mind if I close the window? ഇത് കുറച്ചും കൂടി പൊളൈറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്, കുറച്ചും കൂടി മര്യാദകളോട് ചോദിക്കുന്നതാണ്. അതായത് ഞാൻ ജനല് അടക്കുന്നതിൽ താങ്കൾക്ക് വിരോധമുണ്ടോ? താങ്കൾക്ക് എന്ന് പറയുന്നത്, അതായത് നമുക്കറിയാലോ കുറച്ചും കൂടി ഏജ് കൂടിയ ആൾക്കാര്. ഓക്കെ, ഡു യു മൈൻഡ് ഇഫ് ഐ ക്ലോസ് ദ വിൻഡോ എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ സെയിം ഏജിലുള്ളവരോട് നമ്മൾ ചോദിക്കുന്ന രീതിയായി. നിങ്ങൾക്ക് ഞാനത് ജനലടക്കുന്നതിൽ വിരോധമുണ്ടോ? ഇനി താങ്കൾക്ക് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ അത് വുഡ് യു മൈൻഡ് ഇഫ് ഐ ക്ലോസ് ദ വിൻഡോ? വുഡ് യു മൈൻഡ് ഇഫ് ഐ റീഡ് യുവർ ന്യൂസ് പേപ്പർ? താങ്കളുടെ ന്യൂസ് പേപ്പർ ഞാൻ വായിക്കുന്നതിൽ വിരോധമുണ്ടോ? വുഡ് യു മൈൻഡ് ഇഫ് ഐ റീഡ് യുവർ ന്യൂസ് പേപ്പർ? വേണ്ട, അപ്പൊ വ്യത്യാസം വന്നാണ്ട. അപ്പൊ ഈ രീതി ഒന്ന് ശ്രദ്ധിച്ചോളണം. അപ്പൊ ഡു യു മൈൻഡ്, വുഡ് യു മൈൻഡ്, ഈ രണ്ട് പദപ്രയോഗങ്ങൾ. ഓക്കെ, ഇനി അടുത്തത് ഈസ് ഇറ്റ് ഓൾ റൈറ്റ് ഇഫ് ഐ പാർക്ക് ഹിയർ? ഞാൻ എന്റെ കാറും കൊണ്ട് വന്നേക്കണേ. അപ്പൊ കാർ ഇവിടെ പാർക്ക് ചെയ്യുന്നത് ശരിയാണോ? അപ്പൊ ഞാൻ കാർ ഇവിടെ പാർക്ക് ചെയ്തോട്ടെ എന്നാണ് അതിലൂടെയുള്ള ആ ഒരു വ്യംഗ്യാർത്ഥം അതാണ്. ഞാനിവിടെ പാർക്ക് ചെയ്തോട്ടെ എന്ന് ചോദിക്കുന്നതിന് വേണ്ടി നമ്മൾ ചോദിക്കുന്ന വേറൊരു രീതിയാണിത് കേട്ടോ. ഈസ് ഇറ്റ് ഓൾ റൈറ്റ് ഇഫ് ഐ പാർക്ക് ഹിയർ? ഈസ് ഇറ്റ് ഓൾ റൈറ്റ് ഇഫ് ഐ പാർക്ക് ഹിയർ? ഓക്കെ, അത് കിട്ടിയല്ലോ. അപ്പൊ ഈ രീതിയിലുള്ള പ്രയോഗങ്ങളൊന്ന് ശ്രദ്ധിച്ചോളുക. അടുത്ത് വരുന്നതാണ് ക്യാൻ ഐ ഹാവ് ദിസ്? ക്യാൻ ഐ ഹാവ് യുവർ പെൻസിൽ? ക്യാൻ ഐ ഹാവ് യുവർ ബുക്ക്? മേ ഐ ഹാവ് യുവർ ബുക്ക്? മേ ഐ ഹാവ് യുവർ പെൻസിൽ? ഓക്കെ, എനിക്ക് നിങ്ങളുടെ പെൻസിൽ ഒന്ന് തരുമോ? നിങ്ങളുടെ ബുക്ക് ഒന്ന് തരുമോ? നിങ്ങളുടെ എന്താണ് സീറ്റ്, ഞാൻ ഈ സീറ്റിലൊന്ന് ഇരുന്നോട്ടെ? മേ ഐ സിറ്റ് ഹിയർ? മേ ഐ ഗോ ഔട്ട്? ഞാനൊന്ന് പുറത്ത് പോയിക്കോട്ടെ?
റിക്വസ്റ്റ് ആണത് അല്ലെ, പെർമിഷൻ ചോദിക്കുന്നതാണ്, പക്ഷെ റിക്വസ്റ്റ് ആണത്. ഓക്കെ. അതുപോലെ മേയ്, ക്യാൻ, ഈ രീതിയിലുള്ള പ്രയോഗങ്ങൾ ഇങ്ങനെയും വരും. നേരത്തെ നമ്മൾ കണ്ടു ക്യാൻ യു പ്ലീസ് ഗീവ് മീ എന്നൊക്കെ പറഞ്ഞ ആ രീതി വ്യത്യാസമുണ്ട്. ഇവിടെ നമ്മൾ ക്യാൻ ഐ ഹാവ് യുവർ ബുക്ക്, ക്യാൻ ഐ ഹാവ് യുവർ റൂം ഫോർ റെന്റ്, താങ്കളുടെ മുറി എനിക്കൊന്ന് വാടകയ്ക്ക് തരാമോ? ഓക്കെ. ക്യാൻ ഐ ഹാവ് യുവർ റൂം ഫോർ റെന്റ് വാടകയ്ക്ക്. ഓക്കെ. അപ്പൊ ഈ രീതിയിലുള്ള പ്രയോഗങ്ങൾ വ്യത്യാസമാണ്, കുറച്ചും കൂടി വ്യത്യാസപ്പെട്ടതാണ്. സാധാരണ നമ്മുടെ ഈക്വൽസിന്റെ ഇടയിൽ നമുക്ക് പ്രയോഗിക്കാവുന്ന പദപ്രയോഗങ്ങളാണ് ഇതൊക്കെ. ഓക്കെ. അപ്പൊ ശ്രദ്ധിച്ചോളൂ. വിൽ യു ജോയിൻ us ഫോർ ഡിന്നർ? ഇന്ന് നമ്മൾ അത്താഴം കഴിക്കുമ്പോഴേക്കും നിങ്ങൾ കഴിക്കാനായിട്ട് വരുന്നുണ്ടോ? വിൽ യു പ്ലീസ് ജോയിൻ ഫോർ ഡിന്നർ? അപ്പൊ ഇന്ന് ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോഴേക്കും കഴിക്കാനായിട്ട് വരുന്നുണ്ടോ? വിൽ യു ജോയിൻ us ഫോർ ഡിന്നർ? വിൽ യു പ്ലീസ് ജോയിൻ us ഫോർ ഡിന്നർ? അപ്പൊ ഇന്ന് ഡിന്നർ കഴിക്കുമ്പോഴേക്കും ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നിരുന്ന് കഴിച്ചോട്ടോ. വുഡ് യു പ്ലീസ് ജോയിൻ us ഫോർ ഡിന്നർ? കണ്ടാ വ്യത്യാസം മനസ്സിലായ? നമ്മൾ കുറച്ചും കൂടി നമ്മളെക്കാൾ ഏജ് കൂടിയ ആൾക്കാരെ ക്ഷണിക്കുമ്പോഴാണ് വുഡ് യു പ്ലീസ് ജോയിൻ us ഫോർ ഡിന്നർ, ഞങ്ങളുടെ കൂടെ അത്താഴം കഴിക്കാനായിട്ട് താങ്കൾ ഇന്ന് വരുമോ? ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ റിക്വസ്റ്റ് നടത്തുന്ന പല പല രീതികൾ. ഇനി അടുത്ത നമ്മൾ സാധാരണ പോലെ നമ്മൾ എൻട്രീറ്റി, അഭ്യർത്ഥനകൾ നടത്തും. അഭ്യർത്ഥന എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഇതുപോലെ പ്ലീസ് ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. അപ്പൊ നമ്മൾ സാധാരണഗതിയിൽ ഇപ്പൊ വോട്ട് ചോദിക്കാൻ വരുന്ന ആൾക്കാർ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടല്ലേ വരുന്നത്. അപ്പൊ അവരെങ്ങനെ പറയുന്ന പ്ലീസ് വോട്ട് ഫോർ മീ അല്ലെ, പ്ലീസ് വോട്ട് ഫോർ മീ, എനിക്ക് വോട്ട് ദയവായി എനിക്ക് വോട്ട് ചെയ്യണം, വോട്ട് ചെയ്യണം. അവരങ്ങോട്ട് നേരെ തന്നെ പറയണേ നമ്മളോട്. അതുപോലെ തന്നെ എന്താ പറയണം? പ്ലീസ് സിറ്റ് ഹിയർ, ദയവായി ഇവിടെ ഇരുന്നാലും, പ്ലീസ് സിറ്റ് ഹിയർ. അതിൽ നമ്മളെ വുഡ് യു പ്ലീസ് അങ്ങനത്തെ പ്രയോഗങ്ങളൊന്നുമില്ല. പ്ലീസ് സിറ്റ് ഹിയർ, പ്ലീസ് സ്റ്റാൻഡ് അപ്പ്, പ്ലീസ് ഗോ ദർ, ദയവായി എഴുന്നേൽക്കൂ, ദയവായി പോകൂ, ദയവായി വരൂ, പ്ലീസ് കം ഇൻ, പ്ലീസ് ടേക്ക് യുവർ സീറ്റ്, ഇരുന്നാലും താങ്കൾ ഇരുന്നാലും. അപ്പൊ ഇതുപോലെയുള്ള പ്രയോഗങ്ങൾ, അതായത് നമ്മൾ ഒരുപാട് പൊളൈറ്റ്നെസ് കാണിക്കൂല, അവിടെ ഇരുന്നാലും പ്ലീസ് സിറ്റ് ദർ, പ്ലീസ് കോൾ മീ, എന്നെ വിളിച്ചാലും. പിന്നെ അതുപോലെ നമുക്ക് പറയാം പ്ലീസ് ഈറ്റ് യുവർ ഫുഡ്, താങ്കളുടെ ഭക്ഷണം ദയവായി കഴിച്ചാലും. ഇവിടെ നമ്മൾ ആദ്യം പറയുന്ന രീതിയല്ല ഭക്ഷണം കഴിച്ചാലും എന്നുള്ളത്, താങ്കൾ എന്നൊന്നും പറയില്ല, ഭക്ഷണം കഴിച്ചാലും. അവിടെ യു എന്നുള്ള പദം അണ്ടർസ്റ്റുഡ് ആണ്, നമ്മളവിടെ പ്രയോഗിക്കൂല. അതിന് പകരം സിറ്റ് ഹിയർ എന്ന് പറയുമ്പോൾ യു സിറ്റ് ഹിയർ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. പ്ലീസ് സിറ്റ് ഹിയർ, യു പ്ലീസ് സിറ്റ് ഹിയർ. ഓക്കെ. യു പ്ലീസ് കം ഇൻ, യു പ്ലീസ് ഗോ ഔട്ട്. ഇതുപോലെയൊക്കെയുള്ള പ്രയോഗങ്ങൾ ശ്രദ്ധിച്ചോളുക. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ അഭ്യർത്ഥനകളുടെ ഭാഗത്ത് വരുന്നത്. അപ്പൊ എല്ലാവരും ഇതൊക്കെ ഒന്ന് സംസാരിച്ച് പഠിക്കണം. അഭ്യർത്ഥനകൾ എങ്ങനെയാണ്, അഭ്യർത്ഥനകളുടെ സെന്റൻസുകൾ വരുന്നത് എങ്ങനെയാണ്, ഇനി അതുപോലെ നമ്മുടെ റിക്വസ്റ്റുകൾ, അപേക്ഷകളുടെ സെന്റൻസുകൾ എങ്ങനെയാണ് വരുന്നത്, ഇതൊക്കെ പറഞ്ഞ് പഠിക്കണം. ഓക്കെ. പിന്നെ അതുകൂടാതെ ഇന്ന് നമ്മൾ കുറച്ച് പദങ്ങൾ പരിചയപ്പെടുന്നുണ്ട്. അത് നമ്മൾ എപ്പോഴും വൊക്കാബുലറി നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വൊക്കാബുലറി, എപ്പോഴും നമ്മുടെ ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആകണമെങ്കിൽ പ്രധാനമായിട്ടും നമുക്ക് നമ്മുടെ റിച്ച് വൊക്കാബുലറി ഉണ്ടായിരിക്കണം. അതായത് നമുക്കൊരു പദസഞ്ചയം സ്വന്തമായിട്ട് ഉണ്ടായിരിക്കണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ കേട്ട് പഠിക്കും. അതുപോലെ നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്ന പദങ്ങളിൽ നമുക്ക് അറിയാൻ പാടില്ലാത്തത് ഡിക്ഷണറിയിൽ നോക്കി അതിന്റെ മീനിങ് കണ്ടിട്ട് പഠിക്കും. അതുകൂടാതെ നമ്മൾ സ്വയം എഫർട്ട് എടുത്തിട്ട് എനിക്കിന്ന് ഓരോ ദിവസവും ഒരു 5 വാക്ക് വീതം ഞാൻ പഠിച്ചിരിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ പ്രയത്നിച്ച് പഠിക്കുന്നവരും ഉണ്ട്. അപ്പൊ അങ്ങനെ പഠിക്കുമ്പോഴേക്കും നമുക്ക് ഈ നമ്മുടെ ഇംഗ്ലീഷ് കൂടുതൽ റിച്ച് ആകുകയാണ്. കാരണം ചില സമയത്ത് നമുക്ക് സംസാരിക്കുമ്പോഴേക്കും നമുക്ക് വാക്കുകൾ കിട്ടാതെ നമ്മൾ ബുദ്ധിമുട്ടും അല്ലെ, നമുക്ക് ആകെ ഒരു പദങ്ങളുടെ ദാരിദ്ര്യം അനുഭവപ്പെടും. അപ്പൊ അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മൾ ഓൾറെഡി നേരത്തെ തന്നെ നമ്മൾ കുറെ ഇൻപുട്സ് എടുത്തോളണം. അപ്പൊ നമുക്ക് കിട്ടുന്നതനുസരിച്ച് നമ്മൾ എല്ലാ പദങ്ങളും പഠിച്ച് ഫെമിലിയർ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡിലോട്ട് ഈ പദങ്ങൾ വരും. അപ്പൊ നമുക്ക് സംസാരിക്കാൻ നേരത്ത് നമ്മൾ ഈ വാക്കുകൾ കിട്ടാതെ ബുദ്ധിമുട്ടില്ല. പെട്ടെന്ന് വരുമ്പോഴേക്കും നമുക്ക് അതിനനുസരിച്ച് സംസാരിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതുപോലെയുള്ള കുറച്ച് പദങ്ങൾ ഇന്ന് നമ്മൾ ഈ കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വാക്കുകൾ പഠിക്കാം. ഓക്കെ. അപ്പൊ ഒരു 5 വാക്ക് നിങ്ങൾ പഠിച്ചിരിക്കണം. ഇന്ന് നമ്മൾ പഠിക്കുന്ന ഈ 5 വാക്കുകൾ നിങ്ങൾ പ്രയോഗിക്കണം ജീവിതത്തിന്. അപ്പൊ ആദ്യത്തെ വാക്കാണ് പീൽ. പീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പീൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു വെജിറ്റബിൾ അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ
നമുക്ക് അതിന്റെ ഇപ്പൊ ഉരുളക്കിഴങ്ങാണ് എടുത്തെങ്കിൽ ഉരുളക്കിഴങ്ങിനെ നമ്മൾ തോല് അത് ചെത്തിക്കളയും. അങ്ങനെ തോല് പൊളിച്ചു കളയുന്നതിനെ അല്ലെങ്കിൽ മാറ്റുന്നതിനെ പറയുന്ന വാക്കാണ് പീൽ. ഓക്കെ, പീൽ ഓഫ്, പീൽ ഓഫ് ദ വെജിറ്റബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങിന്റെ ഒരു വെജിറ്റബിളിന്റെ തൊലി കളയുക എന്നുള്ളതാണ്. ഓക്കെ, പീൽ ഓഫ് ദ മാംഗോസ്, മാംഗോസിന്റെ തൊലി കളയുക, പീൽ ഓഫ് കളയാ കേട്ടാ, പീൽ ഓഫ്. പീൽ എന്ന് പറയുന്ന വാക്ക് പഠിച്ചോളൂ. അപ്പൊ ഒരു എക്സാമ്പിൾ, ഒരു സെന്റൻസ് പറഞ്ഞേ. ഐ ഹാവ് ടു പീൽ ഓഫ് ദ സ്കിൻ ഓഫ് എ മാംഗോ, അല്ലെങ്കിൽ ഐ ഹാവ് ടു പീൽ ഓഫ് ദ മാംഗോ എന്ന് പറഞ്ഞാലും മതി. അതായത് മാംഗോയുടെ തൊലി നമ്മൾ കളയുന്നു എന്നുള്ള അർത്ഥമാണ്. ഐ ഹാവ് ടു പീൽ ഓഫ് ദ വെജിറ്റബിൾ, എനിക്ക് പച്ചക്കറിയുടെ തൊലി കളയണം. ഓക്കെ, ഇനി അടുത്തത് രണ്ടാമത്തെ വാക്ക് സ്ലൈസ്. നമ്മൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതിനെ ഇങ്ങനെ മുറിച്ച് കഷ്ണങ്ങളാക്കും. അതിനെ കഷ്ണങ്ങളാക്കുന്നതിന് സ്ലൈസ് എന്നാണ് പറയുന്നത്. ഐ ഹാവ് ടു സ്ലൈസ് ദ മാംഗോ, അപ്പൊ എനിക്ക് മാങ്ങ കഷ്ണങ്ങളാക്കണം. ഐ ഹാവ് ടു സ്ലൈസ്, സ്ലൈസ്, സ്ലൈസ് എന്ന് വെച്ചാൽ പീസ്, പീസ് അല്ലേ. ഇനി അതുപോലെ നമ്മൾ വെജിറ്റബിളെ കട്ട് ചെയ്യുന്നതിന് വേറൊരു വാക്ക് പറയും, പക്ഷെ ഇത് സ്ലൈസ് അല്ല, അത് ചോപ്പ് എന്നാണ് പറയുന്നത്. ചോപ്പ് ചെയ്തെടുക്കുക, നമ്മൾ തോരന് വേണ്ടി അങ്ങനെ കരിഞ്ഞെടുക്കുന്നതിന് ചോപ്പ് ചെയ്യുക എന്നാണ് പറയുന്നത്, ചോപ്പ്. ഓക്കെ, ഇനി നമ്മളിപ്പോ ആദ്യത്തെ വാക്ക് പഠിച്ചത് പീൽ, രണ്ടാമത്തെ വാക്ക് പഠിച്ചത് സ്ലൈസ്. ഇനി മൂന്നാമത്തെ വാക്കാണ് ഗ്രേറ്റ്. ഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ തേങ്ങയൊക്കെ ഇങ്ങനെ ചിരകി എടുക്കുക, അല്ലെങ്കിൽ ക്യാരറ്റ് ബീട്രൂട്ട് ഒക്കെ ഇങ്ങനെ ഉരച്ചെടുക്കുന്നതിനെ പറയുന്നതാണ് ഗ്രേറ്റ്. ഓക്കെ, ഐ ഹാവ് ടു ഗ്രേറ്റ് എ കോക്കനട്ട്, അല്ലെങ്കിൽ ഐ ഹാവ് ടു ഗ്രേറ്റ് എ ബീട്രൂട്ട്, എനിക്കൊരു ബീട്രൂട്ട് ഉരച്ചെടുക്കണം. അപ്പൊ ഗ്രേറ്റ് എന്നുള്ള വാക്ക് പഠിച്ചോളണം. ഇനി മൂന്നാമത്തെ വാക്കാണ് സ്റ്റിർ. സ്റ്റിർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ പഞ്ചസാര ഇട്ടിട്ട് വെള്ളത്തിൽ പഞ്ചസാര ഇട്ട് ഇങ്ങനെ ഇളക്കി എടുക്കുന്നതിന് പറയുന്നതാണ് സ്റ്റിർ, സ്റ്റിർ ഇറ്റ്. ഓക്കെ, ഐ സ്റ്റിർ ദ ഷുഗർ, ഐ സ്റ്റിർ ദ ഷുഗർ ഇൻ വാട്ടർ, ഞാൻ വെള്ളത്തിൽ പഞ്ചസാര കലക്കുന്നു. ഐ സ്റ്റിർ ദ ഷുഗർ ഇൻ വാട്ടർ. ഓക്കെ, സ്റ്റിർ. സ്ക്രാമ്പിൾ എന്ന് പറഞ്ഞാല് നമ്മൾ മുട്ടയൊക്കെ പൊട്ടിച്ചിട്ടെങ്കിൽ ചിക്കി പൊരിച്ചെടുക്കൂലേ, ചിക്കി പൊരിച്ചെടുക്കുന്നതിനെയാണ് പറയുന്നത് സ്ക്രാമ്പിൾ. സ്ക്രാമ്പിൾ ആൻഡ് എഗ്, എഗ് എടുത്തിട്ട് നമ്മൾ സ്ക്രാമ്പിൾ ചെയ്യാം. ഐ സ്ക്രാമ്പിൾ ആൻഡ് എഗ്. ഓക്കെ, ഞാനൊരു മുട്ട ചിക്കി പൊരിക്കുന്നു. ഐ സ്ക്രാമ്പിൾ ആൻഡ് എഗ്. ഓക്കെ, അപ്പൊ ഇത്രയും വാക്കുകൾ എല്ലാവരും പഠിക്കുക. പഠിച്ചതിന് ശേഷം ഈ വാക്കുകൾ തന്നെ നമ്മുടെ സംസാരത്തിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ സംസാരിച്ച് പഠിച്ചു വരുമ്പോഴേക്കും ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് തന്നെ മാറും. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ഒരു പുതിയൊരു ക്ലാസ്സുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.